رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ അറിയാനും പറയാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റജബ് മാസത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി മാട്ടൂൽ മൻഷർ ദുബായ് ചാപ്റ്റർ സംഘടിപ്പിച്ച പ്രോഗ്രാമിലാണ് നമ്മൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. വിശുദ്ധമായ റജബ് മഹാന്മാരെ ഏറെ ആദരിച്ച മാസമാണ്. റജബാണെന്ന് അറിഞ്ഞാൽ രോഗത്തിൽ കിടക്കുന്ന മഹാന്മാര് ഇത് മരിക്കാൻ പറ്റിയ മാസമാണല്ലോ എന്ന് ആഗ്രഹിക്കുകയും എൻ്റെ മരണം റജബിലായാൽ നന്നായിരുന്നേനെ എന്ന് വിചാരിക്കുകയും ചെയ്തതായി കിതാബുകളിൽ കാണാൻ പറ്റും. സ്വാലിഹീങ്ങളായ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവർ റജബിൽ വഫാത്തായവരാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് റജബിൽ വഫാത്തായ വളരെ പ്രധാനപ്പെട്ട ചില മഹാന്മാരെ പേര് പറഞ്ഞ് ബർക്കത്തെടുത്തിട്ടാണ്. മഹാനായ സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബഖീയിൽ മറവിട്ട് കിടക്കുന്ന മഹാനവറുകൾ തൻ്റെ 88-ാമത്തെ വയസ്സിൽ വഫാത്താവുന്നത് റജബിലാണ്. സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു റജബിലാണ് വഫാത്തായത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റജബ് മാസത്തിൽ വഫാത്തായ മഹാനാണ്. സയ്യിദുന അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മൂസൽ കാളിം റളിയല്ലാഹു അൻഹു, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശിഷ്യനായ ഇമാമുൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു, സ്വഹീഹ് മുസ്ലിമിന്റെ രചയിതാവായ മുസ്ലിം ഇബ്നു അൽ ഹജ്ജാജ് അൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു, വിശ്വപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഇമാം തിർമുദി റളിയല്ലാഹു അൻഹു, ലോകപ്രശസ്ത പണ്ഡിതനായ അബൂ ഇസ്ഹാഖുൽ മർവസി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഖാജ തങ്ങളുടെ മാസം, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മാസം, ഇമാം ബഹാഉദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ മാസം, ഇമാം ബദറുദ്ദീൻ സർക്കശി റളിയല്ലാഹു അൻഹുവിന്റെ മാസം, നമ്മുടെ എല്ലാം വലിയ നേതാവായ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ മാസം, ഇങ്ങനെ ഒരുപാട് മഹാന്മാര്
വഫാത്താവാൻ ആഗ്രഹിക്കുകയും വഫാത്താകുകയും ചെയ്ത മാസമാണ് റജബ് എന്ന് പറയുന്നത്. റജബ് മാസത്തിന് ഇത്രമേൽ മഹത്വം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് മഹാന്മാര് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം? വളരെ ഹ്രസ്വമായ ഒരു ക്ലാസ്, അതിലൂടെ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാവേണ്ടതുണ്ട്. റജബിന്റെ മഹത്വങ്ങൾ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ റജബ് പിറക്കുകയാണ്. റജബിന്റെ ഒന്നാമത്തെ രാവിന് വളരെ അധികം മഹത്വം ഉണ്ട്. ദുആഇന് ഇജാബത്തുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കം പഠിപ്പിച്ച ഒരു സമയാണ് വെള്ളിയാഴ്ച രാവ്, റജബിന്റെ ഒന്നാമത്തെ രാവ്, ശഅബാനിന്റെ 15-ാം രാവ്, ലൈലത്തുൽ ഖദറിന്റെ സമയം. ഇതൊക്കെ ആദ്യമായി നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ സമയത്തെയാണ്. ആ സമയം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അവ്വലു ലൈലത്തിൻ മിൻ റജബ്. ഇമാം മുനാവി റഹിമഹുല്ലാ തന്റെ ഫൈലുൽ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്. വർഷത്തിൽ ഉള്ള 4 രാത്രികളെ അള്ളാഹു റഹ്മത്ത് കൊണ്ട് പൊതിയുന്ന രാത്രി എന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിലൊന്ന് പറയണത് റജബിന്റെ ആദ്യത്തെ രാവാണ്. റജബിന്റെ ആദ്യത്തെ രാത്രി തന്നെ തുടങ്ങണം നന്നാവാനുള്ള മുഴുവൻ ശ്രമങ്ങളും. പൊട്ടിക്കരന് അള്ളാഹുവിനോട് തളറു ഉണ്ടാകണം എന്നാണ് കിതാബ് പറയുന്നത്. തളറു എന്ന് പറഞ്ഞാൽ വളരെ വിനയത്തോടുകൂടി അള്ളാഹുവിനോട് പൊട്ടിക്കരന് പാപങ്ങളെല്ലാം പുറത്തു തരാൻ വേണ്ടി ആത്മാർത്ഥമായി പറയണം. ആ രാവുകളിൽ കാനസലഫു യുവാദബൂന അലൈഹി, അവർ നന്നായിട്ട് അള്ളാഹുവിലേക്ക് വിനയം കാണിച്ച് ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു എന്ന് മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ 5 രാത്രികൾ ദുആഇന് ഉത്തരവുള്ള രാത്രിയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണല്ലോ. 1 വെള്ളിയാഴ്ച രാവ്, 2 പെരുന്നാൾ രാവുകൾ, 2 പെരുന്നാൾ രാവുകൾ, പിന്നെ റജബിന്റെ ആദ്യത്തെ രാവ്, പിന്നെ ശഅബാനിന്റെ പകുതി. ഏറ്റവും പ്രധാനമായിട്ട് മറ്റന്നാൾ വരുന്ന ഒരു ദിവസം നമ്മളിലേക്ക് കടന്നു വരുന്ന റജബിന്റെ ആദ്യത്തെ രാത്രിയെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇമാം റംലി റളിയല്ലാഹു അൻഹു തന്റെ നിഹായത്തുൽ മുഹ്താജിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്തരം രാവുകൾ ലഭിച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ദുആ ആണ്. ദുആ, ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ദുആ ആണ്. അത്തരം സമയങ്ങളിൽ ദുആഇന് ഉത്തരമുണ്ട് എന്ന ഉറപ്പോടുകൂടി നമ്മൾ ദ്വാരക്കണം. അതാണ് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ക്ലാസ് റജബിന്റെ തൊട്ട് മുന്നെയാണ് എല്ലാ വർഷവും മാട്ടൂൽ മനുഷ്യ കമ്മിറ്റി സംഘടിപ്പിക്കൽ.
അത് വളരെ പക്വതയുടെ അടയാളം കൂടിയാണ്. ശഅബാനിന്റെ 15-ാം രാവിന്റെ മഹത്വം പറയുന്ന ഒരു കിതാബുണ്ട്. എൻ്റെ അടുത്തുണ്ട് ആ കിതാബ്. ആ കിതാബിൽ കാണാം ശഅബാൻ 15-ാം രാവിന്റെ മഹത്വം ശഅബാൻ 15-ന്റെ രാത്രിയല്ല പറയേണ്ടത്, പിന്നെ അതിന്റെ തൊട്ട് മുന്നേ പറയണം. അതെന്തിന്? ആ രാത്രിയുടെ തുടക്കം മുതൽ ആ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇശാ കഴിഞ്ഞിട്ട് ശഅബാൻ 15-ന്റെ മഹത്വം ഒരു ക്ലാസ് എടുത്താൽ ആൾക്കാർക്ക് തോന്നൂല അല്ലാ മഗ്രിബ് മുതലേ ഉപയോഗിക്കണമായിരുന്നു എന്ന്. അങ്ങനെ തോന്നൂലേ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റജബിന്റെ ആദ്യത്തെ രാത്രി നന്നായി ദ്വാരക്കണം. നന്നായി ദ്വാരക്കണം. അത്തരം സമയങ്ങളിലുള്ള ദുആഇന് ഇജാബത്തുണ്ട്. രണ്ടാമത് ചെയ്യേണ്ടത് സാധാരണത്തെക്കാൾ കൂടുതൽ സമയം ഹയാത്താക്കണം. സാധാരണത്തെക്കാൾ കൂടുതൽ സമയം ഹയാത്താക്കണം. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയാണ്, ഇഅ്ലം അന്ന ലയാലിയൽ മഖ്സൂസത ബിമസീദിൽ ഫദ്ൽ അല്ലതി യതഅക്കദു ഫീഹാ ഇസ്തിഹ്ബാബുൽ ഇഹ്യാ. മഹത്വം കൂടുതലുള്ള സമയത്തെ കൂടുതൽ ഹയാത്താക്കണം. അതിലെ പെട്ട ഒരു രാവാണ് റജബിന്റെ ആദ്യത്തെ രാവ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് എന്നെ തുടരുന്നുണ്ട്, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നല്ല സമയങ്ങളിൽ നന്നായിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കും. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. റജബിന്റെ ആദ്യത്തെ രാവിൽ ഇബാദത്ത് ചെയ്യാൻ ഒരാൾക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയിട്ടുണ്ട് എന്ന്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മളിപ്പോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മഹാന്മാര് റജബിനെ കണ്ട ഒരു രീതി. 2, 3 കാര്യങ്ങൾ റജബിലെ ആദ്യത്തെ രാവിൽ നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളെയാണ് സൂചിപ്പിച്ചത്. ദുആഉം ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കലും. ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒക്കെ നീണ്ട നേരം ദ്വാരക്കുന്ന ഒരു രാത്രിയാണ് റജബിന്റെ ആദ്യത്തെ രാത്രി. മഹാനവറുകൾ തന്നെ പറയാറുണ്ട്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വർഷത്തിൽ 4 രാത്രികളെ ഇബാദത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കാറുണ്ട്. അതിൽ ആദ്യം പറയണത് വഹിയ അവ്വലു ലൈലത്തിൻ മിൻ റജബ് എന്നാണ്. റജബിന്റെ ആദ്യത്തെ രാത്രി എന്നാണ്. മോമിനീങ്ങളെ, നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടി എന്നുള്ളത് വലിയ നിഅമത്താണ്. എടുക്കുന്നതാര് സംഘടിപ്പിക്കുന്നതാര് എന്നുള്ളത് പ്രധാനമല്ല, മറിച്ച് റജബ് വരുന്നതിന്റെ തൊട്ട് മുന്നേത്തെ ഒരു ദിവസം റജബിന്റെ ആദ്യത്തെ രാത്രിയെ അതിന്റെ മഹത്വത്തെ അയിമ്മത്ത് സ്വഹാബത്ത് മനസ്സിലാക്കി തരുന്ന ഒരു രീതി നമുക്കിന്ന് കേൾക്കാൻ പറ്റി എന്നുള്ളത് എത്ര വലിയ നിഅമത്താണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. വക്കാന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു
യഫ്റഉ നഫ്സഹു ലിൽ ഇബാദത്തി ഫി അർബഇ ലയാലിൻ ഫിസ്സന. വർഷത്തിലെ 4 രാത്രിയെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കാര്യമായി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. വഹിയ, അതിൽ ഒന്നാമത്തത് അവ്വലു ലൈലത്തി മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ രാത്രി. ഏത് മഹാന്മാരുടെ ജീവചരിത്രം എടുത്തു നോക്കിയാലും ഈ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ ദ്വാരുന്ന ദ്വാകൾ കിതാബുകളിൽ ധാരാളം ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ അത് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ അത് മാത്രമേ നമുക്ക് ഒക്കുള്ളൂ. അത്രയും നീണ്ട ദുആകൾ കാണാം. കൻസുൻ നജാഹി വസ്റൂറിലൊക്കെ റജബിലെ ദുആ പറയാൻ വേണ്ടി മാത്രം കുറെ പേജുകൾ ഉണ്ട്. അബ്ദുല്ലാഹി അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവരൊക്കെ നീണ്ട ഒരു ദുആ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്നതിന്റെ പരമാവധി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയും ദോഷങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് പറഞ്ഞു, ഇബാദത്തുകൾക്ക് ഉന്മേഷം ലഭിക്കാൻ അള്ളാഹുവിനോട് ദ്വാരുന്നു നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. കൂടുതൽ എന്ത് ചെയ്യണം റജബിൽ ടോട്ടലി എന്നുള്ളിടത്ത് നമുക്ക് വഴിയെ ചർച്ചകളിലേക്ക് കടക്കാം. അടുത്തത് റജബ് മാസം ടോട്ടലി ദുആഇന് ഉത്തരം കിട്ടുന്ന മാസമാണ്. റജബിന്റെ ഒന്നാമത്തെ രാത്രിയുടെ അതേ മഹത്വം രണ്ടാമത്തെ രാത്രിക്ക് ഉണ്ടാവില്ല. അതേസമയം റജബ് ടോട്ടലി മഹത്വം ഉള്ള മാസമാണ്. എന്താണ് ചെയ്യേണ്ടത്? റജബ് മാസം ദുആഇന് ഉത്തരമുള്ള മാസമാണ്. ജീലാനി തങ്ങൾ പരിചയപ്പെടുത്താണ്, ഇഅ്ലം അന്ന ഷഹ്റ റജബ് തുസ്തജാബു ഫീഹി ദഅവ, ദുആഇന് ഉത്തരമുള്ള മാസമാണ്. വതുളാഅഫു അലാ മൻ ഇജ്തറമ ഫീഹിൽ ഉഖൂബ, നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം ഉണ്ടാവുകയും തിന്മകൾക്ക് കൂടുതൽ ശിക്ഷ ഉണ്ടാവുകയും ഒരു മാസത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ മാസത്തെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മാസം കൂടിയാണ് റജബ് മാസം. ഒരുപാട് ആൾക്കാർക്ക് അള്ളാഹു തൗബ സ്വീകരിച്ചു കൊടുക്കുകയും വിശാലമായ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്ത മാസമാണ് റജബ് മാസം. റജബ് മാസത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ റജബുൻ ഷഹറുല്ലാ എന്നാണ്. റജബ് അള്ളാഹുവിന്റെ മാസം എന്നാണ്. റജബുൻ ഷഹറുല്ലാ, അതിന്റെ അർത്ഥം ഇൻ റജഅത ഇലാ ബാബി ഫി റജബിൻ, റജബിൽ എന്റെ വാതിലിലേക്ക് നീ വരികയാണെങ്കിൽ ഒരാളുടെയും വസീലയില്ലാതെ ഞാൻ നിനക്ക് പുറത്തു തരും എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. എങ്ങനെ? കുറെ അർത്ഥങ്ങളിൽ ഒരർത്ഥം, നീ റജബിൽ എന്റെ വാതിലിന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിനക്ക് ഒരു വസീലയും ഇല്ലാതെ, ആരെയും മീഡിയേറ്റർ ആക്കാതെ തന്നെ ഞാൻ നിനക്ക് പുറത്തു തരും എന്നുകൂടിയാണ്. അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട് ഒരു കാര്യം പറയണമെങ്കിൽ ആ കാര്യം വളരെ വലുതായിരിക്കുമല്ലോ. അള്ളാന്റെ മാസം എന്നല്ലേ പറയണത്? അള്ളാഹുവിന്റെ മാസം എന്നല്ലേ പറയണത്? അപ്പൊ റജബ് നമ്മൾ മുതലെടുക്കണം. ദുആഇന് ഉത്തരമുള്ള മാസമാണ്. അപ്പൊ നമ്മൾ ധാരാളം ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കേണ്ട മാസമാണ് റജബ്.
മറ്റൊരു കാര്യം, റജബ് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, ആ ദുആ സുന്നത്താണല്ലോ. ഇങ്ങനെ ദുആ ചെയ്യുന്നപ്പോൾ തന്നെ മനസ്സിലായി ഈ റജബിൽ എന്തോ ഉണ്ട് എന്ന്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എല്ലാ മാസത്തിലും മൂമിനീങ്ങൾക്ക് ബർക്കത്ത് വേണമല്ലോ. റജബിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഈ റജബിൽ എന്തോ ഉണ്ട് എന്ന്. പ്രധാനമായിട്ടും ഉള്ളത്, റജബിലെ ഓരോ ദിവസവും അള്ളാഹു അനേകായിരം ആൾക്കാർക്ക് നരകമോചനം നൽകും. റജബിൽ മരിച്ചവർക്ക് നരകമില്ലെന്ന് കേട്ടതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല മഹാന്മാരും റജബിൽ വഫാത്താവാൻ കൊതിച്ചത്. നമ്മുടെ തന്നെ ഇമാമിങ്ങളിൽ എത്ര ആൾക്കാരാണ് റജബിൽ വഫാത്തായവരെന്നുള്ളത് അറിയുക. എത്ര ആൾക്കാരാണ് നമ്മുടെ ഇമാമിങ്ങളിൽ ധാരാളം ആൾക്കാര് റജബിൽ വഫാത്തായ ആൾക്കാരാണ്. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. അതിന് കുറെ അർത്ഥമുണ്ട്. ഒന്ന്, നമ്മൾ പറഞ്ഞത് വേഗം ദോഷം പുറത്തു കിട്ടും, വളരെ വേഗത്തിൽ നന്നാവാൻ കഴിയും, അള്ളാഹുവിലേക്ക് അടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് റജബ് എന്നതുകൂടിയാണ്. ചില സ്വാലിഹീങ്ങള് രോഗം വന്ന് റജബ് അല്ല എന്ന് കണ്ടാൽ, അവർക്ക് കുറച്ച് ആഫിയത്തായാലും അവര് ശിഷ്യന്മാര് ചോദിക്കും, ഏതാ മാസം മോനെ ചോദിക്കും, ഏതാണ് ഇന്നത്തെ മാസം എന്ന്. ഓ, റജബ് ആയിട്ടില്ലല്ലേ. അപ്പൊ തന്നെ അവര് ദ്വാരക്കും, അല്ലാഹുമ്മ ഇന്നി ദഅഉതുല്ലാഹ. അവര് പറയും, ഞാൻ അള്ളാഹിനോട് ദ്വാരന്നിട്ടുണ്ടല്ലോ, എന്ത്, അയ്യുഅഖിറ വഫാത്തി ഇലാ ശഹരി റജബ്, റജബിൽ എന്റെ വഫാത്താവണേ എന്ന് ദ്വാരന്നിട്ടുണ്ടല്ലോ. കാരണം ഫഇന്നഹു ബലഗനി അന്ന ലില്ലാഹി ഫീഹി ഉതഖാ, നരകമോചനം ലഭിക്കാൻ പറ്റിയ മാസാണ് റജബ് എന്ന് എനിക്ക് പല ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് റജബിലാണല്ലോ വഫാത്താവേണ്ടത്, റജബ് ആയിട്ടില്ലല്ലേ എന്നവര് പറയും. അങ്ങനെ ആ ദുആഇന്റെ ഫലം എന്നോണം അവര് റജബിൽ വഫാത്തായിട്ടുണ്ട് എന്ന് ലത്വാഇഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ വലിയ മഹത്തുണ്ട് എന്നർത്ഥം. അടുത്തൊരു കാര്യം ഇനിയാണ്, റജബിൽ നമ്മൾ വിത്ത് ഇറക്കാം എന്നുള്ളതാണ് നമ്മളെ തലവാചകം തന്നെ. അത് ശരിക്ക് വെറുതെ ഒരു മലയാള സാഹിത്യം കൊടുത്തല്ല. അബൂബക്കർ അൽ വറാഖ് അൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഷഹ്റു റജബ് ഷഹ്റുൻ ലിസ്സറഅ്, വിത്തിറക്കാനുള്ള മാസമാണ് റജബ് എന്ന് പറയുന്നത്. വെള്ളം നനക്കാനുള്ള മാസമാണ് ശഅബാൻ, കൊയ്തെടുക്കാനുള്ള മാസമാണ് റമളാൻ. വിത്തിറക്കേണ്ട മാസം വിത്തിറക്കിയിട്ടില്ലെങ്കിൽ പണി പാളും, പിന്നെ മെനക്കേട് അധികമായിരിക്കും, അധ്വാനം കൂടുതലായിരിക്കും. വിത്തിറക്കേണ്ട മാസം തന്നെ വിത്തിറക്കണം. വിത്തിറക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കണം റജബിൽ, ദോഷങ്ങൾ മുഴുവനും പൊറുപ്പിക്കണം. അതാണ് ഇമാമിങ്ങൾ എഴുതി വെച്ചല്ലോ, ബയ്യിദ് സ്വഹീഫതക സൗദാഅ ഫീ റജബിൻ ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി ശഹ്റുൻ ഹറാമുൻ അതാ മിൻ അശ്ഹുരിൻ ഹുറുമി ഇദാ ദഅ അല്ലാഹ ദാഇൻ ഫീഹി ലം യഖിബി
തൂബാലി അബ്ദിൻ സക്ക ഫീഹി ലഹു അമലുൻ ഫകഫ ഫീഹി അനിൽ فكف فيه عن الفحشاء والظلم بيض صحيفتك السوداء في رجب. മോനെ, റജബ് മാസത്തിൽ നിന്റെ കറുത്തുപോയ ഏടുകളെ വെളുപ്പിക്കണം. തെറ്റുകുറ്റങ്ങളാൽ കറുത്തുപോയ നിന്റെ ഏടിനെ വെളുപ്പിക്കേണ്ട മാസമാണ് റജബ്. എങ്ങനെയാ വെളുപ്പിക്കേണ്ടത്? ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, നരകത്തുനിന്ന് രക്ഷപ്പെടുന്ന സ്വാലിഹായ അമലുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ കുറേ സ്വാലിഹായ അമലുകൾ ചെയ്ത് നീ വെളുപ്പിക്കേണ്ട, നിന്റെ ഏടിനെ വെളുപ്പിച്ച് ശരിയാക്കേണ്ട മാസമാണ് റജബ് മാസം. ഷഹ്റുൻ ഹറാമുൻ അതാ മിൻ അശ്ഹുരിൻ ഹുറുമി, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണല്ലോ റജബ്. ആ മാസത്തിൽ ഇദാ ദഅല്ലാഹ ദാഇൻ ഫീഹി ലം യഖബി, അള്ളാഹിനോട് ദ്വാരന്നാൽ അള്ളാഹ് ഒരിക്കലും നിരാശാക്കൂല. അള്ളാഹ് എന്തായാലും ദ്വായിന് ഉത്തരം തരും. തൂബാ ലിഅബ്ദിൻ സക്കാ ഫീഹി ലഹു അമലുൻ, നല്ല നല്ല അമലുകൾ ചെയ്ത് റജബ് മാസത്തെ മനോഹരമാക്കുന്നവർക്കാണ് സർവസന്തോഷങ്ങളും. തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് തൻ്റെ ഏടിനെ വെളുപ്പിക്കാൻ പറ്റിയ ഒരു മാസത്തെ മുതലെടുത്തുകൊണ്ട് വിത്തിറക്കേണ്ട മാസമാണ് റജബ്. ഇനിയാണ് ക്ലാസിന്റെ പ്രധാന കോർ കണ്ടന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഇമാം ഫശനി റഹിമഹുല്ല എഴുതി വെക്കുകയാണ്, ഫയ ഇഖ്വാനുക്കും ഇൻസാൻ, ഓ കൂട്ടുകാരെ, അദറക്ക റജബ്, റജബ് ലഭിച്ചിട്ട് വലം എതിരിക്ക ഷാബാൻ, ഷാബാൻ കിട്ടാതെ മരിച്ചുപോയ ആൾക്കാർ ധാരാളം ഉണ്ട്. വകം മിൻ ഇൻസാനിൻ അദറക്കഹുമ വലം യുദ്രിക്ക റമദാൻ, ആ 2 മാസവും കിട്ടിയിട്ട് റമദാൻ കിട്ടാതെ മരിച്ചുപോയവരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ശരിക്കും മരിച്ചുപോയവർ പലരും അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ശേഷം പറയാണ്, മൻ അബസ ഫീ മിൻ ഉംരിഹി അയ്യാമ ഹർസിഹി, കൃഷി നടത്തേണ്ട കാലത്ത് മര്യാദയ്ക്ക് കൃഷി നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊയ്തെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. കൃഷി നടത്തേണ്ട ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് റജബ് മാസമാണ്, റജബാണ്. അതിലെന്ത് വേണം? ഫഅലൈക്കും, ഓ മോനെ, ഫഅലൈക്കും യാ ഇഖ്വാനി, ഓ കൂട്ടുകാരെ, റജബ് മാസത്തിൽ നിങ്ങൾ കസറത്തുൽ ബുക്കാ കൊണ്ട്, ധാരാളം കരുണ ദുആ ചെയ്ത് ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാനാണ് റജബിന് ഉപയോഗിക്കേണ്ടത്. സ്വാലിഹീങ്ങൾ ചെയ്ത മെയിൻ കാര്യം അത് തന്നെയാണ്. അപ്പോൾ റജബിൽ നമുക്ക് ബറക്കത്ത് കിട്ടൽ എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിച്ച് കിട്ടുന്ന ഒരു മാസമായി റജബിനെ നമ്മൾ മാറ്റണം. അല്ലാ, നമ്മളെല്ലാം റജബിനെ അങ്ങനെ ആക്കിത്തരണേ റഹ്മാനെ. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് റമദാനിലേക്ക് റെഡിയാവുന്നവരായി റജബ് മാറുന്ന രീതിയിൽ ഈ ക്ലാസ് നമുക്ക് കബൂൽ ചെയ്തു തരണേ റഹ്മാനെ. അതാണ് നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദോഷങ്ങളെല്ലാം പുറത്ത് റജബിനെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റണം. അങ്ങനെ ആവുമ്പോഴാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന അർത്ഥത്തിലേക്ക് നമുക്ക് റജബിനെ മാറ്റാൻ പറ്റുന്നത്. ആ ദ്വാരക്കൽ സുന്നത്താണ്. വയുസന്നു അൻ യഖൂല ഫീ റജബിൻ, റജബ് മാസത്തിൽ ദ്വാരക്കണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ, അങ്ങനെ ദ്വാരക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസമായാൽ അങ്ങനെ ദ്വാരക്കാറുണ്ട് എന്ന് ഹദീസിൽ ഇമാം തൊബറാനി തങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. റമളാൻ റജബ് കഴിഞ്ഞിട്ട് ഷഅബാനായാലും അങ്ങനെ തന്നെ ദ്വാരക്കേണ്ടത്. അല്ലാണ്ട് ആടെ റജബിനെ ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട് ചിലര്, അത് ശരിയല്ല. റജബ് കഴിഞ്ഞിട്ട് ഷഅബാനായി, എന്നാലും
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, കഴിഞ്ഞുപോയ റജബിലും ഇനി വരാനിരിക്കുന്ന റജബുകളിലെല്ലാം ബർക്കത്ത് ചെയ്യണേ എന്നുകൂടി അതിന്റെ താല്പര്യമുണ്ട്. ഏതായാലാവട്ടെ, അപ്പൊ ഏതായാലും നമ്മുടെ ഏടുകളെല്ലാം കറുത്തുപോയ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് ഏടുകൾ കറുത്തുപോയതിനെ വെളുപ്പിച്ച് സുഹൃതങ്ങൾ ചെയ്ത് റജബിനെ നമ്മൾക്ക് വരവേൽക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റജബ് അൽഹംദുലില്ലാ മുതലായി. പിന്നെ അടുത്ത ഒന്ന്, റജബ് കൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു കിട്ടുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് കിട്ടേണ്ടത് തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടണം, ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടണം. ഈ മാസത്തിന്റെ പവർ മനസ്സിലാക്കാൻ ഒറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സ്വാലിഹീങ്ങൾ ഈ മാസത്തെ കണ്ടതും ഈ മാസത്തിൽ എങ്ങനെയെങ്കിലും വഫാത്താവണമെന്ന് വിചാരിച്ചതൊക്കെ നമ്മൾ നേരത്തെ തന്നെ കേട്ടു. അള്ളാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ക്ഷണിച്ചതും വേണ്ട വിധത്തിലുള്ള സമ്മാനങ്ങൾ നൽകിയതും ഈ മാസത്തിലാണല്ലോ. അഥവാ ഇസ്രാ മിഅ്റാജ് നടന്നത് ഈ മാസത്തിലാണല്ലോ. അത് തന്നെ മതി ധാരാളം. ശരിക്കും ലൈലത്തുൽ ഖദർ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാത്രി ഇസ്രാഇന്റെ രാത്രിയാണ്. കാരണം എല്ലാ ഓഫറുകളും അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹ് നൽകിയത് അന്നാണ്. അതുകൊണ്ട് തന്നെ ആ റജബ് മാസം അങ്ങനെ സംഭവിക്കാൻ അള്ളാഹ് സെലക്ട് ചെയ്ത ഒരു മാസം കൂടിയാണ് റജബ് എന്ന് പറയുന്നത്. ഈ റജബിൽ നമുക്ക് വേറെ കുറെ ഇബാദത്ത് സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ചെയ്യാനൊന്നും പ്രത്യേകിച്ച് ഫുഖഹാ നിർദ്ദേശിക്കണില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? ഈ റജബ് മാസം നമ്മൾ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി മെനക്കെട്ട് പണിയെടുക്കണം. അള്ളാഹ് പുറത്തു തരും. എത്ര വലിയ ദോഷാണെങ്കിലും അള്ളാഹ് പുറത്തു തരും. ആ ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫീ ശഹ്രി റജബ്, നിങ്ങൾ റജബ് മാസത്തിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൂ. ഫഇന്ന ലില്ലാഹി ഫീ കുല്ലി സഅത്തിൻ മിൻഹു ഉതഖാഅ മിനൻ നാർ. ദൈലമി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നരകത്തിൽ നിന്ന് ഓരോ മണിക്കൂർ വെച്ച് ധാരാളം പേരെ മോചിപ്പിക്കുന്ന മാസമാണ് റജബ് മാസം. ആ മാസത്തിൽ നിങ്ങൾ കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലൂ. അതിനെ മഹാന്മാരെ എങ്ങനെ വിശദീകരിക്കുന്നറിയോ? അന്ന റജബൻ ഷഹ്റുൻ ഫളീൽ, റജബ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത മഹത്വമുള്ള മാസമാണ്. വൽ ഇബാദത്തു ഫീഹി ലഹ അജ്റുൻ ജലീൽ, റജബിൽ ചെയ്യുന്ന ഇബാദത്തിന് സാധാരണ കൂലി അല്ല. ഖുസൂസൻ, പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറിന്. ഇന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മഹത്വം അല്ല റജബിൽ ചൊല്ലുന്ന ഇസ്തിഗ്ഫാറിന്. പ്രത്യേകിച്ച് വത്തൗബത്തു മിനൽ ഔസാർ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ ഇന്ന് കബൂലിയത്തിന് സാധ്യത ഉള്ളതിനേക്കാൾ കൂടുതൽ സാധ്യതയുണ്ട് റജബിലെ തൗബക്ക്. പ്രത്യേകിച്ച് വഫി അവ്വലി ലൈലത്തി മിൻഹു യുസ്തജാബു ദഅവ, ദുആഇന് ഉത്തരം ഉണ്ട്. ദുആഇന് ഉത്തരം ഉണ്ട്. അതാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓരോ മാസത്തിന് അള്ളാഹു ഓരോ പവർ കൊടുത്തിട്ടുണ്ടാവും. റമളാൻ അള്ളാഹു കൊടുത്ത പവർ അമലുകൾ വർദ്ധിത മൂല്യത്തിൽ ഉണ്ടാവുന്ന എന്ന് പറഞ്ഞാല് ഒരു നന്മ ചെയ്താൽ ഭയങ്കര കൂലിയായിരിക്കും റമളാനിൽ ചെയ്താൽ അങ്ങനെയാണ്. റമളാനിലുള്ള കർമ്മങ്ങൾക്ക് കൂടുതൽ മഹത്വമാണ്. ജീലാനി തങ്ങൾ പറയാ. എന്നാൽ റജബിന്റെ പ്രത്യേകത, റജബിന്റെ പ്രത്യേകത ബിൽ മഗ്ഫിറതി മിനല്ലാഹി തആല, അള്ളാഹിന്റെ മഗ്ഫിറത്താണ്. ഔലിയാക്കളാണ് ഈ പറയണത്, സ്വാലിഹീങ്ങളാണ് നമുക്ക് എഴുതി വെച്ച് തരുന്നത്, അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. റമളാനിന് വർദ്ധിത മൂല്യമാണ് പവർ റമളാന്റെ, അല്ലേ? ലൈലത്തുൽ ഖദറിന്റെ പവർ എന്താ? ലൈലത്തുൽ ഖദറിന്റെ പവർ റഹ്മത്ത് ഇറങ്ങലാണ്.
അല്ലേ? അറഫ ദിവസത്തിന്റെ പ്രത്യേകത ദീന് പൂർത്തിയായ ദിവസമാണ്. പെരുന്നാളിന്റെ പ്രത്യേകത ഇതുക്കും മിനന്നാറാണ്. അങ്ങനെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ട് ജീലാനി തങ്ങൾ പറയാണ് റളിയല്ലാഹു അൻഹു, എന്ത്? റജബിന്റെ പ്രത്യേകത മഗ്ഫിറത്താണ് മോനെ, നമ്മൾ മുതലെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ഷഅബാൻ. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റമളാൻ. എന്നാ റജബോ? റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അതാണ് ആലിമീങ്ങൾ പറയണത്, റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ വശഅബാനു ഷഹ്റു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറമളാനു ഷഹ്റുൽ ഖുർആൻ ഫജ്തഹിദു റഹിമക്കുമുല്ലാഹു തആല ഫീ റജബ്. മോനെ, റജബിൽ നീ ശരിക്കും റമളാനിനേക്കാളും ഷഅബാനിനേക്കാളൊക്കെ മെനക്കെടേണ്ടത് റജബിലാണ്. ഇനി കുറച്ച് നാടൻ വർത്താനത്തിലേക്ക് പോരാ. കുറെ നേരമല്ല നമ്മള് കിതാബിന്റെ കറക്റ്റ് ഭാഷയിലേക്ക് പോണത്. നാടൻ വർത്താനത്തിൽ ശരിക്കും മെനക്കെടേണ്ടത് റജബില. റജബിൽ മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ ശേഷമുള്ള മാസത്തിൽ കൂടുതൽ മെനക്കേടുകൾക്കൊന്നും അധ്വാനിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ദോഷങ്ങൾ പുറത്ത ഒരു ശരീരത്തിന് ഇബാദത്തുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ആ ശരീരത്തിന് വല്ലാതെ കീർത്തിക്കേണ്ട ആവശ്യമില്ല. ആ ശരീരം അള്ളാഹ് ഇഷ്ടപ്പെട്ട ശരീരമാകുന്നു. അപ്പോൾ ഇബാദത്ത് അവരിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാ സംഭവിക്കുക. കുറച്ച് റിസ്ക് എടുത്തിട്ട് നമ്മളൊന്ന് വളച്ച് ശരിയാക്കേണ്ടത്, ഷെയ്പ്പ് ചെയ്യേണ്ടത് റജബിലാണ്. അതാ മഹത്തുക്കൾ പറയണത്. ഇങ്ങനെയൊക്കെ മാസങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് പിന്നെ മഹാന്മാര് പറയണത് ഫജ്തഹിദു റഹിമക്കുമുല്ലാഹു തആല ഫീ റജബ്. നീ പണിയെടുക്കേണ്ടത് റജബിലാണ്. ഫഇന്നഹു മൗസിമു തിജാറ. നല്ല സീസണായ മാസമാണ് മോനെ റജബ് എന്ന് പറയണത്. അതിലെ ഓരോ സമയം നീ മുതലെടുക്കണം. അതിലെ ഓരോ സമയവും നീ മുതലെടുക്കണം. ആ സമയം നീ മുതലെടുത്തിട്ടില്ലെങ്കിൽ ശേഷം വരുന്ന ആത്മീയ മാസങ്ങൾ നിനക്ക് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റൂല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. റജബിനെ മര്യാദയ്ക്ക് പണിയെടുക്കാത്തവരാണെങ്കിൽ റമളാനിലും ശഅബാനിലൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ അയാൾക്ക് കഴിയൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയണ്ടല്ലോ, ഇസ്തിഗ്ഫാർ റജബിൽ രാവിലെയും വൈകുന്നേരവും ആത്മാർത്ഥമായി ചെയ്താൽ റബ്ബി ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അങ്ങനെ 70 പ്രാവശ്യം ചെയ്താൽ അവനെ നരകം തൊടൂല. യഥാർത്ഥത്തിൽ റജബ് അടിമുടി നമ്മുടെ ദോഷം പൊറുക്കാനുള്ള ആത്മാർത്ഥമായ പണി ഉണ്ടാവണം. അങ്ങനെ ചെയ്താൽ അള്ളാഹ് പുറത്തരാതിരിക്കുകയും ചെയ്യില്ല. അള്ളാഹ് റഹ്മാനല്ലേ, അള്ളാഹു പുറത്തരും. അള്ളാഹുവിനോട് നമ്മൾ നീയല്ലാതെ പൊറുക്കാനില്ലല്ലോ റബ്ബേ എന്ന അർത്ഥത്തിൽ ആത്മാർത്ഥമായി പറഞ്ഞാൽ, യാ റബ്ബി ഇന്ന അളുമതു ദുനൂബി കസറത്തുൻ ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അളമു. എന്റെ ദോഷങ്ങൾ വളരെ വലുതും കൂടുതലുമാണ്, നിന്റെ അഫു അതിനേക്കാൾ വലുതാണ് റബ്ബേ. ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫമനില്ലദീ യദ്ഉ വയർജുൽ മുജ്രിമു മാലി ഇലൈക വസീലത്തുൻ ഇല്ല റജാ വജമീലു അഫ്വിക തുമ്മ ഇന്നി മുസ്ലിമു. എന്റെ ദോഷങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലുതാണ് നിന്റെ അഫു. ഓ റഹ്മാനായ റബ്ബേ, എനിക്കാകെ ഉള്ള ഒരു നിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് നീ പുറത്തു തരുമെന്ന ഉറച്ച വിശ്വാസം മാത്രമാണ്. എനിക്ക് വേറൊന്നുമില്ലല്ലോ റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളഹാനോട് പറഞ്ഞാൽ അള്ളാഹ് പുറത്തുതരും. റജബ് മാസത്തിൽ ആത്മാർത്ഥമായിട്ട് അള്ളാന്റെ മാസത്തിൽ അള്ളാഹ് പുറത്തരാതിരിക്കുകയൊന്നും ചെയ്യില്ല. ഈ നമ്മുടെ
ഈ ഒമാന്, UAE, മറ്റ് രാജ്യങ്ങളിലൊക്കെ കാണുന്നില്ലേ പൊതുമാപ്പ് എന്നെല്ലാം പറയുന്ന, നാഷണൽ ഡേന്റെ ഭാഗമായിട്ടുണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ സ്ഥാപകന്റെ വഫാത്ത് ദിനത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. അള്ളാന്റെ വളരെ ദുർബലരായ നമ്മളെപ്പോലത്തെ അടിമകൾക്ക് തന്നെ ഈ ഓഫറും മോചനവും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാന്റെ മഗ്ഫിറത്ത് എത്ര വലുതായിരിക്കും. അതും അള്ളാന്റെ സ്പെഷ്യൽ മാസാണ് റജബ്. അള്ളാന്റെ സ്പെഷ്യൽ മാസത്തിൽ അള്ളാഹ് എങ്ങനെയാ പുറത്തേരാതിരിക്കുക? അതാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ നീ നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളി. എപ്പോഴാണ് അള്ളാഹു ദുആ സ്വീകരിക്കുന്നത്, നിന്റെ പാപങ്ങൾ പുറത്തേരുന്നെന്ന് പറയാൻ കഴിയില്ല. അതിന് പറ്റിയ മാസാണ് റജബ് എന്ന് പറയുന്നത്. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവർ അവരോടാണ് ഖുർആൻ പറഞ്ഞത്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ കിട്ടാനുള്ള വഴി അള്ളാഹ് എന്നെ പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ഇല്ലാ മതി. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ പറയണ പോലെ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ നമുക്ക് ഇബാദത്തുകൾക്ക് കൂടുതൽ തൗഫീഖ് ഉണ്ടാവും. റജബ് അതിന് പറ്റിയ മാസാക്കണം. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടണം. അള്ളാഹുവെ, നമ്മുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. എത്ര വലിയ ദോഷികളെയും നീ സ്വീകരിച്ചിട്ടുണ്ട്, നീ പുറത്തു തരണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അൽ വഹനു ഫിൽ ഇബാദ. തെറ്റ് പൊറുക്കാതെ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഇബാദത്തിൽ ഉന്മേഷം ഉണ്ടാവില്ല. വല്ലീഖു ഫിൽ മഈശത്തി, ജീവിതോപാധികളിൽ വളരെ കുട്സായിരിക്കും. വത്തഅസ്സുറു ഫിൽ ലദ്ദ, ഹലാല് കഴിക്കാന് രസം ഉണ്ടാവില്ല, ഹറാമ് തിന്നാൻ രസം ഉണ്ടാവുക. അതാണ് പ്രശ്നം. തെറ്റുകുറ്റങ്ങളില്ലാത്തൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു റജബായി ഈ റജബിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ദോഷങ്ങളെല്ലാം പുറത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമെന്ന ക്രെഡിറ്റുള്ള ഷഅബാനിനെയും ദോഷങ്ങളൊക്കെ പുറത്തു തന്ന് അമലുകൾക്ക് വലിയ കൂലി എഴുതി വെക്കുന്ന റമളാനെയും വേണ്ട പോലെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ഈ റജബിലെ ദിനരാത്രങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്കുണ്ടാവേണ്ട ക്ലാസിൻ്റെതായ ആശയങ്ങൾ ഒന്ന്, വരുന്ന ദിവസം എത്തുന്ന റജബിന്റെ ഒന്നാമത്തെ രാത്രിയെ ഇസ്തിഗ്ഫാറുകൾ കൊണ്ട്, തൗബ കൊണ്ട്, കൂടുതൽ നേരം ഇബാദത്തുകൾ കൊണ്ട് ഹയാത്താക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, റജബ് മാസത്തിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾ റെഡി ആവണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, റജബ് വിത്തിറക്കേണ്ട മാസമാണ്, അത് ഇറക്കണം. കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് തൗബ ചെയ്ത് ദോഷങ്ങളൊക്കെ പുറത്ത് ആ ഭൂമി ഒന്ന് സെറ്റാക്കണം. എന്നിട്ട് ഇബാദത്തുകൾ ഇങ്ങനെ ശീലാക്കണം. റജബിൽ ആരംഭിക്കുന്ന നന്മകൾക്ക് ജീവിതത്തിൽ ശീലമാക്കാനുള്ള തൗഫീഖ് ഉണ്ടാവും. റജബ് മഹാന്മാര് വല്ലാതെ ബഹുമാനിച്ച മാസാണ്. റജബിൽ നരകമോചനമുണ്ടെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിന് ആത്മാർത്ഥമായി ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരുണുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹ് കൊടുക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, അവര് മരിക്കുന്ന സമയത്ത് മലക്കൾ ഓടി വന്ന് അവരെ സ്വീകരിക്കുമത്രേ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരെ. മാ അൽഹമല്ലാഹു അബദൻ അൽ ഇസ്തിഗ്ഫാറ വഹു യുരീദു അൻ യുഅസിബഹു. ഒരടിമയെ അള്ളാഹ്
ദോഷം പുറത്തു കൊടുത്തിട്ട് നന്നാക്കണമെന്ന് കരുതിയാലല്ലാതെ അയാൾക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ള തൗഫീഖ് കൊടുക്കില്ല എന്ന് ഹദീസിലുണ്ട്. അത് ഭയങ്കര കാര്യല്ലേ? അതെന്താ പറഞ്ഞത്? മാ അൽഹമല്ലാഹു അബ്ദൻ, ഒരടിമക്ക് അല്ലാഹ് തോന്നിപ്പിക്കൂല അൽ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തോന്നിപ്പിക്കൂല. വഹുവ യുരീദു അൻ യുഅദ്ദിബഹു, ആ അടിമയെ അല്ലാഹ് ശിക്ഷിക്കണം എന്നാണ് നേരത്തെ അള്ളാഹുവിന്റെ കണക്കെങ്കിൽ അയാൾക്ക് ഇസ്തിഗ്ഫാർ എല്ലാം തൗഫീഖിനെ കൊടുക്കൂല. ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തൗഫീഖ് കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാൾ അള്ളാഹു പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് വല്ലാത്തൊരു കാര്യല്ലേ അത്. അല്ലാ, അപ്പൊ അള്ളാന്റെ മാസം, അള്ളാന്റെ ഓഫറുകളുടെ മാസമാണ് റജബ് എന്ന് പറയുന്നത്. പൊതുമാപ്പ് രാജാവ് പ്രഖ്യാപിക്കുന്ന ചില മാസങ്ങളില്ലേ, ഇത് ലോകരാജാവിന്റെ പൊതുമാപ്പ് പ്രഖ്യാപനം നടക്കുന്ന മാസമാണ് റജബ്. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ്. അതിൽ ചെയ്യുന്ന അമലുകൾക്കൊക്കെ കൂടുതൽ കൂലിയും ഓഫറും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് മാത്രം കിതാബുകൾ തന്നെ ഉണ്ട്. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തരട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പല പഴമക്കാരെയും കാണാം, ഇപ്പോഴും ഉണ്ട് പലരും തുടർച്ചയായി 96 നോമ്പെടുക്കും. റജബ്, ശഅബാൻ, റമദാൻ, പിന്നെ പെരുന്നാളിന്റെ ഒരു ഗ്യാപ്പും ശവ്വാൽ നോമ്പും. സുബ്ഹാനല്ലാഹ്, എത്രയായിരിക്കും അവരുടെ ഒക്കെ ഒരു കൂലി? അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറെ തിന്നിട്ട് ഇപ്പൊ എന്താ കിട്ടേണ്ടത്? അല്ലോ, കഴിഞ്ഞ ദിവസം മാട്ടൂൽ സെക്ടറിന്റെ സെക്രട്ടറിയായ മർവാൻ എന്ന കൂട്ടുകാരൻ മരിച്ചുപോയി. അള്ളാഹു ആ മോന്റെ ഖബർ സ്വർഗാക്കട്ടെ. നമ്മൾ പറഞ്ഞ ഇൽമും ഇവിടെ ചെയ്ത ഹൈറാത്തുകളൊക്കെ ആ കൂട്ടുകാരന്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ട പലർക്കും അസുഖങ്ങളുണ്ട്. ഉപ്പയുടെ കാലിന് നല്ല വേദന ഉള്ളവർ പലരും ദുആ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ആജിലായ ശിഫ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, നമ്മുടെ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. നമ്മളെല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. റജബ് മാസത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തുനിന്ന് നമ്മുടെ ജീവിതത്തെ നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. വേണ്ടതുപോലെ റജബ് മാസത്തെ ഉപയോഗിക്കാൻ നീ തൗഫീഖാക്കണേ റഹ്മാനെ. ഈ പരിപാടിയുടെ സംഘാടകർക്ക് നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നീ കാക്കണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് നിന്റെ നല്ല അടിമകളിൽ നമ്മളെ പെടുത്തണേ റഹ്മാനെ. നമ്മുടെ അഹ്ലുകാർക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ റഹ്മാനെ. ഇത് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ മജ്ലിസാക്കല്ല റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ മർവാൻ എന്ന മോൻ, ആ മോന്റെ ഖബർ നീ സ്വർഗാക്കണേ അല്ലാഹ്. ചെറിയ പ്രായത്തിൽ നിന്റെ അടുത്തേക്ക് വന്നു. അള്ളാഹുവെ, നീ വേണ്ടതുപോലെയുള്ള സ്വീകരണം നൽകണേ റഹ്മാനെ. നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നല്ല ആഫിയത്ത് നൽകണേ റഹ്മാനെ. നമ്മളാക്കിയെടുത്ത നമ്മുടെ ഉമ്മവാപ്പമാർ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് ആൾക്കാർ പല വിഷമങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടെ മൗത്താക്കണേ റഹ്മാനെ. ഇവിടെ വന്ന പലരും എന്തെല്ലാമാണോ ആഗ്രഹിച്ചു വന്നത്
അവർക്ക് വേണ്ടതെല്ലാം നീ നൽകണേ റഹ്മാനെ. നമ്മുടെ ഏടുകളിൽ നിന്ന് സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണേ അല്ലാ. ബയ്യിൽ സ്വഹീഫത്തക സൗദാ ഫി റജബിൻ ബി സ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. ലത്തായിഫുൽ മആരിഫിന്റെ അതിമനോഹരമായ ഒരു കവിതയാണത്. തെറ്റുകുറ്റങ്ങൾ കൊണ്ട് കറുത്തുപോയ ഏടിനെ വെളുപ്പിക്കാൻ അല്ലാ നീ തന്നെ വിചാരിക്കണം. വേറൊരാൾക്കും ദോഷം പുറത്തു തരാൻ കഴിവില്ല, ശക്തിയില്ല. നീ നമുക്ക് പുറത്തു തരണേ അല്ലാ. നീ നമ്മളെ ഏറ്റെടുക്കണേ അല്ലാ. ഇത് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ മാസങ്ങളാക്കല്ല റഹ്മാനെ. നമ്മളെല്ലാവരെയും നീ നന്നാക്കണേ റഹ്മാനെ. നമുക്കൊന്നും വേണ്ട, നമ്മളെ ദോഷങ്ങളൊന്ന് പുറത്തു തന്നാ മതി. വേറെ ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ദോഷങ്ങളൊന്ന് പുറത്തു തരണേ അല്ലാ. തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം നൽകണേ റഹ്മാനെ. നമ്മുടെ ദോഷങ്ങളൊന്ന് പുറത്ത് എന്തൊരു നല്ല വൃത്തിയിലുള്ള ജീവിതം, എന്ത് രസം ഉണ്ടാവും. അങ്ങനെ ഒന്ന് ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, ഇവിടെ ആർക്കും പങ്കെടുക്കൽ നിർബന്ധമില്ല, എന്നാലും 1000-നടുത്ത ആൾക്കാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരിത് കാതോർക്കാണ്. മാട്ടൂൽ മൻഷയിന്റെ പ്രോഗ്രാം. അല്ലാ, ഈ പങ്കെടുത്ത എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മവാപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ ഖബർ സ്വർഗാക്കണേ റഹ്മാനെ. മാട്ടൂൽ മൻഷയിന്റെ ശില്പിയും നമ്മുടെ എല്ലാം ആത്മീയ ഗുരുവായ ളിയാ ഉൽ മുസ്തഫ തങ്ങളുപ്പാപ്പയുടെ ദർജ വർദ്ധിക്കാൻ നമ്മുടെ ഈ കൊച്ചു മജ്ലിസ് കാരണമാക്കി അവിടുത്തെ മദത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞിന് തലക്ക് സ്കാനിങ് തിങ്കളാഴ്ച. അല്ലാ, ഒരു പ്രയാസമില്ലാതെ ആ കുട്ടിക്ക് ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. നമുക്കൊക്കെ തന്ന മക്കൾ, തരുന്ന മക്കളെ ഒക്കെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാ, നല്ല ഇണകളെ ആഗ്രഹിക്കുന്നവർ നല്ല ഇണകളെ നൽകണേ റഹ്മാനെ. ഇവിടെ പലരും പല ആഗ്രഹങ്ങളും പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ വേണ്ടതൊക്കെ നൽകണേ അല്ലാ. മഗ്ഫിറത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഒറ്റൊരു വസിയത്ത്, റജബിന്റെ ആദ്യത്തെ രാത്രി നമുക്കൊക്കെ വരുന്ന ഒരു രാത്രി ആവുകയാണ്. ആ രാത്രിയിൽ നമ്മൾ എല്ലാവരും പരസ്പരം ദ്വാരക്കുന്നതോടൊപ്പം ഈ ചെറിയ മുത്താലിമിനെയും നിങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. അതൊരു സ്നേഹത്തിൽ പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ്. അള്ളാഹു നമുക്കൊക്കെ ആ രാത്രിയുടെ മഹത്വം ലഭിക്കണം. ആ മഹത്വം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. പരസ്പരം ദുആയിൽ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി